തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും അതിന് തൊട്ടു മുമ്പുമെല്ലാം ഇടത് സർക്കാർ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയതാണ്. എന്നാൽ അവിടുത്തെ ആൾക്കാർക്ക് വിഷുവിന് മുമ്പ് താമസം സജ്ജമാക്കും 178 വീടുകൾ ആദ്യഘട്ടം ഇതൊക്കെയായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഒന്നും നടന്നില്ല. വിഷു കഴിഞ്ഞു, ഇപ്പോഴും ആൾക്കാരെല്ലാം പുറത്തു നിൽക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് ആര് ഉത്തരം പറയും? ഈ അവസ്ഥയ്ക്ക് ഉത്തരം പറയേണ്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. കാരണം ഈ 2024 ജൂലൈ 30 അർദ്ധരാത്രിയിലാണ് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ ഭവനരഹിതരാകുകയും ഒരുപാട് പേര് മരിക്കുകയും ഒക്കെ ചെയ്ത കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ സർക്കാർ അവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ സംഘടിതമായി ഏതാണ്ട് 750 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അവർക്ക് സാധ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഈ പൈസ കൊടുത്തു. കേന്ദ്ര സർക്കാർ വായ്പയായിട്ട് പലിശരഹിത വായ്പയായിട്ട് 525 കോടി രൂപ കൊടുത്തു. ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ സഹായങ്ങളൊക്കെ കിട്ടി. എന്നിട്ട് ഒരു വർഷം എടുത്തു ഈ ടൗൺഷിപ്പ് ഭൂമി കണ്ടെത്തി ഇത് കണ്ടെത്താൻ വേണ്ടി ഒരു വർഷം എടുത്തു. എന്നിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പണി തുടങ്ങിയതാണ്. എന്നിട്ട് ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. ഒരു ടെൻഡർ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ സർക്കാരിന്റെയും CPM-ന്റെയും സ്വന്തം കമ്പനിയായ ഊരാളുങ്കലിന് കൊടുക്കുകയും ചെയ്തു. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഈ മാസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ പണി തീർക്കുക എന്നുള്ള സർക്കാർ വലിയ അവരുടെ അഭിമാന പ്രശ്നമായിട്ട് ഏറ്റെടുത്താണ് പണിയൊക്കെ തുടങ്ങിയത്. പക്ഷേ 178 ഒന്നാം ഘട്ടമായിട്ട് 178 വീടുകൾ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 178 വീടുകൾ പോയിട്ട് ആ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം 26-ാം തീയതി അതിൻ്റെ താക്കോൽദാനവും അതിൻ്റെ രേഖകളൊക്കെ ഈ വീട്ടുകാർക്ക് കൈമാറി. പക്ഷേ അവർക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷം അന്ന് ഈ ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഈ മുൻകരുതലോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ ഒന്നുമില്ലാതാണ് ഈ പദ്ധതിക്ക് തുടങ്ങിയത്. ഇതിന്റെ കണക്കനുസരിച്ച് 410 വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കും എന്നാണ്, 3 സോണുകളായിട്ട് വെച്ചു കൊടുക്കുമെന്നൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ ഒന്നാം ഘട്ടം പോലും വർഷം 2 പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാശില്ലാഞ്ഞിട്ടാണെന്നുള്ള കുറ്റം പറയാൻ പറ്റുന്നത്. കാരണം സർക്കാരിന്റെ കൈ പൈസ കെട്ടി വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ജനങ്ങൾ പൈസ കൊടുത്തത്. ഒരു തരത്തിൽ കാരണം ടെൻഡറോ മറ്റോ വിളിച്ച് കാലതാമസം ഉണ്ടായിരിക്കാൻ വേണ്ടി സർക്കാരിന് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിക്ക്, കാരണം അവർക്ക് കൊടുക്കുന്ന എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ടെൻഡറോ മറ്റോ ഒന്നുമില്ലാതെ അവർ ചോദിക്കുന്ന പൈസയ്ക്കാണ് കൊടുക്കുന്നത്. 30 ലക്ഷം രൂപ മുടക്കിയാണ് ഈ വീട് വെച്ച് കൊടുക്കുന്നത്. അതല്ലാതെ സർക്കാർ പദ്ധതിയിൽ വെച്ച് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് കേവലം 4 ലക്ഷം രൂപയാണ് ലൈഫിലുള്ളവർക്ക് കൊടുക്കുന്നത്. 30 ലക്ഷം രൂപ അത് ആ കൊടുക്കുന്ന തുകയെക്കുറിച്ച് തന്നെ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് അതേക്കുറിച്ച് പ്രതിപക്ഷമോ മറ്റുള്ളവരോ കാര്യമായ തർക്കങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പണി നീങ്ങുന്നത്? തുടക്കഘട്ടത്തിൽ 2000 പേര് 3000 പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പണി ഇപ്പോൾ എഴഞ്ഞ് നീങ്ങുകയാണ്. ഇപ്പം അടുത്ത മഴ വരാറായി. ഈ മെയ് മാസം കഴിഞ്ഞാൽ ഉടനെ മൺസൂണിലേക്ക് പോവുകയാണ്. അത് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് ശേഷം തന്നെ, അതായത് ഏപ്രിലിൽ തന്നെ ആദ്യ വാരത്തിൽ പറഞ്ഞത് വിഷുവിന് മുമ്പ് ആൾക്കാർക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അടുത്ത വിഷുവായാലും ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. കാരണം അവിടെ കുടിവെള്ള പദ്ധതി ആയിട്ടില്ല. ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് കുടിവെള്ള പദ്ധതി ആയിട്ടില്ല, സീവേജ് ലൈൻ ആയിട്ടില്ല, യാത്രാ സൗകര്യമായിട്ടില്ല, കറണ്ട് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള കാരണം വീടുകളിലേക്ക് ഇതൊന്നും എത്തിയിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത് ഇതെല്ലാം പൂർത്തിയാക്കി കൈമാറാൻ പോവുകയെന്ന്. കൈമാറി കഴിയുമെന്ന് പറയുന്നത് എന്താണ് തടസ്സം? ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് തടസ്സം? ഇലക്ഷൻ കമ്മീഷൻ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഓൺഗോയിങ് പദ്ധതി ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ഇടപെടത്തേ ഇല്ല. ജില്ലാ ഭരണകൂടമാണ് ഈ ഇത് നോക്കി നടത്തണ്ടേ. എന്തുകൊണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. ഇന്നലെ പോലും കലക്ടറെ പോയി കണ്ടപ്പം കേവലം 40 വീടുകളാണ് അവിടെ താമസയോഗ്യം എന്ന് പറയുന്നത്. താമസയോഗ്യം മാത്രമല്ലല്ലോ, അവർക്ക് വെള്ളം ഉണ്ടാവണ്ടേ, അവർക്ക് കറണ്ട് ഉണ്ടാവണ്ടേ, അവർക്ക് യാത്രാ സൗകര്യം ഉണ്ടാവണ്ടേ. ഇതൊന്നുമില്ല. ഇതിനെല്ലാം പണം അനുവദിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും ഇവന്മാർ ചെയ്തിട്ടുമില്ല. അപ്പം ആ യാഥാർത്ഥ്യമാണ് നിൽക്കുന്നത്. ഇനി ബാക്കി വീടുകൾ, അതായത് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കിടക്കുന്നു. അതിനി എന്ന് പൂർത്തിയാകും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പും പറയുന്നില്ല. ഇനി ഇത് ആരുടെ തലയിൽ ചാരി വെച്ചിട്ട് ഓടാനുള്ളതാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ അതിനെക്കാട്ടിൽ ഏറ്റവും ക്രൂരമായ ഒരു കാര്യം ഇന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1184 പേർക്ക് 9000 രൂപ വെച്ച് ധനസഹായം കൊടുക്കുന്നുണ്ട്. അതുമില്ല, അതും മുടങ്ങിക്കിടക്കുവാണ്. ഫുഡ് കൂപ്പൺ കൊടുക്കുമായിരുന്നു, അതും മുടങ്ങിക്കിടക്കുകയാണ്.
അപ്പൊ ഈ സർക്കാർ എന്താണ് ഈ പാവപ്പെട്ട ദുരിതബാധിതരോട് ചെയ്യുന്നത്? എന്നിട്ടാണ് കോൺഗ്രസ് എന്തുകൊണ്ട് വീട് പണിതില്ല, കോൺഗ്രസ് എന്തുകൊണ്ട് എന്റെ കണക്ക് വേണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവർ ചെയ്യുന്ന പണിയുടെ കണക്കോ ഇവർ ചെയ്യുന്ന പണി പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറ്റം പറച്ചിൽ മാത്രമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല? LDF അല്ലാതെ മറ്റാരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്തുകൊണ്ട് ഈ പണി പൂർത്തിയായത്? സർക്കാർ മിണ്ടുന്നില്ലല്ലോ, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, റവന്യൂ മന്ത്രി മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കുന്നവരെ ഇവരെന്താണ് അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഈ കാര്യത്തിനകത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപിടിക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവർ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പായിട്ട് തന്നെ ഈ ദുരിതം ഉണ്ടായ സമയത്ത് തന്നെ അവരാണ് ഏറ്റവും ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സംഘടന എന്നുള്ളതിൽ ഏറ്റവും വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവിടെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ നേതൃത്വം കൊടുത്തവരാണ്. ഭക്ഷണം വിതരണം, അവർക്ക് പാർപ്പിട സൗകര്യങ്ങളൊക്കെ അന്നുണ്ടാക്കി. അതിനുശേഷം ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് അവർ അവിടുത്തെ ജനങ്ങളോട് പെരുമാറി. 50 പേർക്ക് അവർ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ സ്ഥലം കണ്ടെത്തി, അവർ 50 പേർക്ക് വീട്, പണം കൊടുത്ത് വസ്തു വാങ്ങി അവർ വീട് വെച്ചു. അവർക്ക് വീട് വെച്ച് ചുമ്മാ വെറുതെ വീട് വെച്ചു കൊടുത്തില്ല. ആ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ, പാത്രങ്ങൾ എല്ലാം മുഴുവൻ സാധനങ്ങൾ ഒരുക്കി, കരണ്ട്, വെള്ളം എല്ലാം കൊടുത്താണ് അവരെ അവിടെ ആ വീട്ടിലേക്ക് അവരെങ്ങനെയായിരുന്നു പണ്ട് ജീവിച്ചിരുന്നത് അതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള ഒരു സംവിധാനങ്ങളാണ്, ഭവന സംവിധാനമാണ് അവർ ഒരുക്കി കൊടുത്തത്. ഈ കാശ് ഇവിടെ കെട്ടിവെച്ചിരിക്കുക. 750 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കയ്യിൽ കെട്ടിവെച്ചിരിക്കുമ്പോഴാണ് ഈ പാവങ്ങൾക്ക് 172 വീടിന്റെ 1ാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത ആയിരിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും എന്താണ് ജോലി? എന്തുകൊണ്ടാണ് ഇത് വിഷുവിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ പോയതെന്ന്? എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്? അല്ല, ഇനിയിപ്പോ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇനി സർക്കാർ ഏതാണെന്നൊക്കെ ഉള്ള ഇത് വരട്ടെ, അല്ലെങ്കിൽ പുതിയ സർക്കാർ വരണമെങ്കിൽ അവർ തലയിരിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. അങ്ങനെയല്ലല്ലോ. ഈ പാവങ്ങൾ പെരുവഴിയിൽ കിടക്കുകയാണ്. അവർക്ക് ഇപ്പോഴും ഈ മാസത്തെ ദുരിതാശ്വാസത്തിന് കൊടുക്കേണ്ട അവരുടെ ജീവനോപാധിക്കുള്ള പൈസ കൊടുത്തിട്ടില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അത് കൊടുത്തിട്ടില്ല. പിന്നെ ഇവരുടെ ജോലി എന്തുവാണ്? ഒരു സർക്കാർ എന്ന് പറയുന്നത് അടുത്ത സർക്കാർ അധികാരം കൈമാറുന്നതിന് വരെ തുടരാനുള്ള ബാധ്യത ഉള്ളവരെ എന്തുകൊണ്ട് ഈ പണി മുടങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവരെന്താണ് നടത്താൻ? സർക്കാരിന്റെ അല്ലെങ്കിൽ CPM-ന്റെ സ്വന്തം സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്ന് പറയുന്നത്. അവരുടെ മേൽ ഇവർക്ക് കൺട്രോൾ ഇല്ലേ? കാശ് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, അല്ലാതെ അവർ ഔദാര്യത്തിനായിട്ട് ചെയ്യുന്നതല്ലല്ലോ. പണം മാർക്കറ്റ് ഉള്ളതിനെക്കാട്ടി കൂടുതൽ പൈസ കോട്ട് ചെയ്താണ് അവർ ഈ വീട് പണിയുന്നത്. കേവലം 1000 സ്ക്വയർ ഫീറ്റോ മറ്റോ ഉള്ള ഒരു വീടിനാണ് 30 ലക്ഷം രൂപ വാങ്ങിച്ച് ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ബാക്കി സൗകര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ടാണ് ഈ പണത്തിന് ഈ വീട് വെച്ച് കൊടുത്തിട്ട് വീട് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പണി പൂർത്തിയാകാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ്? എന്താണ് തടസ്സം? അത് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും പെരുവഴിയിൽ നിൽക്കുകയാണ്. ഈ മൺസൂണിന് കേവലം 1 മാസം കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോഴും ഈ പണി തീർക്കുമെന്ന് ഉറപ്പാക്കി പറയാൻ പറ്റുന്നില്ല, ഇല്ലേ? അപ്പൊ അതാണ് അവസ്ഥ. സർക്കാരിന്റെ ദുരിതാശ്വാസ രംഗത്ത് ഈ വയനാട്ടിലെ ഈ ദുരന്ത ബാധിതരോട് കാണിച്ച ഏറ്റവും ക്രൂരമായ നടപടിയാണ്. എന്നിട്ട് ഇത് പറഞ്ഞാണ് വഞ്ചനയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് മേനി നടിച്ച ഒരു സർക്കാരാണ് അവരെ സാധാരണക്കാർക്ക് അവിടെ കയറി താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന് മറുപടി പറയാൻ പിണറായി വിജയനും അവരുടെ പാർട്ടിയും ഈ ഊരാളുകൾ എന്ന് പറയുന്ന സ്ഥാപനവും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അവരത് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ.